ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വിശുദ്ധ പകൽക്കാല ദിവസങ്ങളിൽ കർത്താവിന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുക്കുന്ന ഈ സമയത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്നുപോലെ ആരാധന ദൈവമഹത്വം വെളിപ്പെടുവാൻ ദൈവപാദയുടെ അടുത്ത് വന്ന് നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിടെ ആക്കേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. Glory to God, glory to God, glory to God. Hallelujah, hallelujah, hallelujah. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് വരുവാൻ, തിരുപാദങ്ങളെ അറിയുവാൻ ഞങ്ങൾക്ക് നൽകി തരുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉന്നതങ്ങൾ വസിക്കുന്നവൻ, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ സിംഹാസനം, ഭൂമിയുടെ പാദപീഠം, തിരുപാദപീഠം എടുത്തു വന്ന് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ, ഹൃദയംഗമായി ആരാധിപ്പാൻ, സത്യത്തിലും ആത്മാവിലും അങ്ങേ ദേശത്ത് ആരാധിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പകൽക്കാലം നമ്മുടെ ദൈവത്തിൽ കൂട്ടിവരുത്തിയ കർത്താവിന് മഹാദേവിക്കായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകളെല്ലാം സ്വർഗം നമുക്കായി പരിശുദ്ധാത്മാവിൽ ആശീർവദിക്കേണ്ടതിനായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ അധരങ്ങൾ ദൈവത്തിൽ ശുദ്ധീകരിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ദേഹത്തെ ആത്മാവ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കളങ്കമില്ലാതെ വണ്ണം കാണപ്പെടുവാൻ തിരുവനന്തപുരം കഴിവ് പ്രാപിച്ചവരായി ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്ത് വരുന്നു. അവിടുത്തെ പാതയെ അറിയുവാൻ നമുക്ക് നൽകി തരുന്ന സമയത്തിനായി സ്തോത്രം. ഇത് പകൽക്കാലം ദൈവത്തിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ ദൈവത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ നടത്തത്തില് ശുശ്രൂഷകളിൽ നിർവഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. അവിടുത്തെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദേശത്ത് സത്യത്തിലും ആത്മാവുള്ള ആരാധന ഹല്ലേലൂയ വെളിപ്പെടുവാൻ പകൽക്കാലം ഇവിടെ ആത്മാറാണെന്ന് പ്രാർത്ഥിക്കും. കുട്ടികൾ ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണം. മാനവ മഹത്വം അങ്ങനെ കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിലായതുകൊണ്ട് ഇത് പകൽക്കാലം ദൈവത്തെ പാടി ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകുന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ കാരണം പാടുന്ന ഒരു ഞായറാഴ്ച ആരാധനയുടെ കർത്താവ് അവന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ശിക്ഷകളൊക്കെ മാറ്റി നിത്യതയുടെ അവകാശികളാക്കിയ കർത്താവ്. ഹല്ലേലൂയ. പാപശേഖരം നമ്മളെ ഒരുമിച്ച് പരീക്ഷിച്ച കർത്താവ്. ഹല്ലേലൂയ. അവൻ എത്തിച്ച് നമുക്ക് ചേർക്കുവാൻ കഴിയാതിരുന്ന ആ ഉത്തമമായ സമ്പത്ത്, സ്വർഗത്തിലെ ആ സമ്പത്ത് നമുക്ക് അവൻ നേടിത്തന്ന കർത്താവിനെ ചേർന്ന് പാടി നമുക്ക് വായിക്കാൻ പാടാൻ നാം പാട്ടിൽ പാടാനുള്ള പാട്ട് നമ്മൾ അത് ധ്യാനിച്ച് ചേർന്ന് പാടി നമ്മെ പോലെ നന്മ ലഭിച്ചോ മണ്ണിലോ, നമ്മെ പോലെ നന്മ ലഭിച്ചോ മണ്ണിലോ. ശിക്ഷത പോയല്ലോ നാം രക്ഷിതരായല്ലോ, മോചിതരായല്ലോ. ശിക്ഷത പോയല്ലോ നാം രക്ഷിതരായല്ലോ, മോചിതരായല്ലോ. ശിക്ഷായോഗ്യ ദൈവത്തിന് കാശികമായല്ലോ, ശിക്ഷായോഗ്യ ദൈവത്തിന് കാശികമായല്ലോ. പാടാം പാടാം പാടാം
ഈ മണ്ണിൽ മാറ്റാരുമില്ല. ഹല്ലേലൂയ. പകൽക്കാലം ദൈവമക്കൾ ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നിരിക്കുമ്പോൾ നമുക്ക് അടുത്ത കാലം എല്ലാവർക്കും ദിവസങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവോട് ചേർന്ന് ജീവിക്കുന്നത്, യേശുവിനായി ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യപദമായി ആയിട്ടുണ്ട്. നമ്മുടെ പാപത്തെ മോചിപ്പിച്ച, നമ്മെ ശുദ്ധീകരിച്ച, കഴുകിയ, ഹല്ലേലൂയ, വാദവും നാട് നമുക്ക് അവകാശമായി ലഭിച്ചിരുന്ന കർത്താവിന്റെ നാമത്തിൽ വീണ്ടും ഒരുപാട് പാടി ചേർന്ന് മഹത്വപ്പെടുത്താം. യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ എന്നുള്ള പാട്ട് കരകളെ കെട്ടി ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, ആശ്രിതനോടെന്നുമെന്നിൽ വാക്കിച്ചിടുന്നേ, ആശ്രിതനോടെന്നുമെന്നിൽ വാക്കിച്ചിടുന്നേ, ആശ്രിതന്റെ കൂടെ വാഴാൻ ആശിച്ചിടുന്നേ, ആശ്രിതന്റെ കൂടെ വാഴാൻ ആശിച്ചിടുന്നേ, എന്റെ പാപമെല്ലാം എന്റെ ആനന്ദം, എന്റെ ശാപമെല്ലാം അനുഭവിച്ചതാ, എന്റെ പാപമെല്ലാം എന്റെ ആനന്ദം, എന്റെ ശാപമെല്ലാം അനുഭവിച്ചതാ, ഓർത്തുപോകും സ്നേഹമെന്ന് വാക്കുചെയ്യുന്നേ, ഓർത്തുപോകും സ്നേഹമെന്ന് വാക്കുചെയ്യുന്നേ, വാക്കുനേരം കൂടെ വാഴാൻ എന്ത് സാധ്യമോ, വാക്കുനേരം കൂടെ വാഴാൻ എന്ത് സാധ്യമോ, യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവിനു നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭനു വീരനിക്കുമെത്തിരുന്നവൻ, ശ്രേഷ്ഠവേനു നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭനു വീരനിക്കുമെത്തിരുന്നവൻ, ഐക്യരാജ്യനാഥനിന്റെ പാപിടങ്ങളിൽ, ഐക്യരാജ്യനാഥനിന്റെ പാപിടങ്ങളിൽ, വാണിരുന്ന കാളിയാഞ്ഞു മുക്തിയാകുമേ, വാണിരുന്ന കാളിയാഞ്ഞു മുക്തിയാകുമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, എന്റെ ദുഃഖം എന്നിലേ, അന്ന് മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ, അന്ന് വീഴും എന്റെ ദുഃഖം എന്നിലേ, അന്ന് മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ, അന്ന് തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുവേ, അന്ന് തന്റെ ശുദ്ധരൊത്തു പാടിയാക്കുവേ, എന്നെനിക്കു സാധ്യമോ മനുഷ്യമേളനം, എന്നെനിക്കു സാധ്യമോ മനുഷ്യമേളനം, യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി
came only to worship your holy name. Hallelujah. Hallelujah. To have you as a great God, our Savior, our King, and our Father. Thank you for leaving everything behind in life, Lord Jesus, Father. And giving us the wonderful gift of salvation, Lord God, Jesus. To worship you, Lord Father, Jesus, and spirit and truth, Lord Jesus. We give all honor, glory, and praise to your name, Lord Father, Jesus. For Lord Jesus, I pray that you bless our church, Lord Father, Jesus. Especially, Lord Father, Jesus, for our convention that's happening this week, Lord Father, Jesus. Praise the I pray that you Lord. will be a blessing, Lord Jesus. Father, for our church and for this nation as well, Lord Father, Jesus. And I pray that everything will be done for your holy name, Lord Father, Jesus. So, Lord Jesus, I pray, Lord Father, Jesus, for this meeting, Lord Father. I pray for the stand training, Lord Jesus. I pray for worship, Lord Father, Jesus. The kids' memory was the testimony and the main message, Lord Father, Jesus. I pray, Lord Father, Jesus, that we will be a blessing for all our church members, Lord Father, Jesus, that we will be able to use it to sustain us for this week, Lord Father, Jesus. Lord Jesus, I pray for all the prayer requests our church has put forward, Lord Father, Jesus. I pray that you answer us according to your time and according to your will also, Lord Father, Jesus. I pray for the rest of this meeting. Please guide us with your Holy Spirit. In Jesus' name I pray. Amen. കർത്താവ് പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ദിവസം എഴുന്നേൽക്കാം. സഭയിൽ നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 33-ാം സങ്കീർത്തനം വാക്യപ്രതികാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 33. നീതിമാന്മാരെ യഹോവയിൽ പ്രശംസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അവന് പുതിയ പാട്ട് പാടുവീൻ. ഘോഷസ്വരത്തോടുന്ന ആയുവാദ്യം വായിപ്പീൻ. അവൻ നീതി ന്യായം ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴിയിലെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരു പോകൽ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. ജയത്തിന്റെ കുതിര വ്യർത്ഥമാകുന്നു. തന്റെ ബലാധിക്യം കൊണ്ടത് വിടുവിക്കുന്നതുമില്ല. അവരുടെ പ്രാണനെ മരണം നിന്ന് വിടുവിപ്പാൻ, ക്ഷാമത്തിലവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അടുത്ത 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. അവന്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കുക. ഹൃദയം സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശിക്കുന്നത് പോലെ നിന്റെ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ കർത്താവിനെ പ്രത്യാശിച്ചുകൊണ്ട് ആ ദയക്കായി ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുക. Let your steadfast love, O Lord, be upon us. Hallelujah. O Lord, have mercy upon us. Your steadfast love be upon us. Hallelujah. The steadfast love of our Lord never ceases. ഇന്ന് കാലം ദൈവത്തെ ആരാധിക്കുക. നമ്മുടെ കർത്താവിന്റെ ദയ, കൃപ, സ്നേഹം ഒരിക്കലും പറ്റിപ്പോകുന്നതല്ല. സഹോദരങ്ങളോട് കടന്നു വരും. ഇംഗ്ലീഷ് കോറസ് പാടി നമ്മെ വീണ്ടും ആരാധനയിലേക്ക് നയിക്കുക. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തിന്റെ സമയം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ സമയത്തെ നമുക്ക് വേർതിരിക്കാം. Praise the Lord. We read in Isaiah chapter 43 verses 19. Behold, I am doing a new thing. Now it springs forth. Do you not perceive it? I will make a way in the wilderness and rivers in the desert. Often we find in our lives, when we face any challenging situations, we think to ourselves, is there an end to this difficulty, or do we see a finish line for this difficulty that we are facing? And over here, God is trying to let us know that He is able to create a solution in no matter what situation we are in. Over here it says rivers in the desert. We all know that when we go to a desert, we don't see any rivers over there. But that is what God is trying to let us know.
Over here it says, do you not perceive it? Do you not understand it, or do you not have faith that I'm able to bring rivers in the desert, or bring an unexpected solution to your problems? And that is the faith that we need to have. So I request all the believers to sing this old chorus with us, God will make a way. Where there seems to be no way. വഴിയില്ലാത്തടത്ത് വഴിയെ നമുക്ക് വേണ്ടി ഒരുക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആഴിയിൽ പാത ഒരുക്കിയവൻ, ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുള്ള ജനത്തെ നടത്തിയവൻ. ഹല്ലേലൂയ. തീച്ചുളയ്ക്കുന്ന നടുവിൽ നാലാമനായി ഇറങ്ങി വന്നവന്റെ സാന്നിധ്യം. ഇതുപോലെ നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാണ്. വഴിയില്ലാത്തത് നമുക്ക് വേണ്ടി വഴിയെ ഉണ്ടാക്കി നമ്മെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് പകൽക്കാല ഹൃദയത്തിന്റെ ആഴത്തിൽ നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. വഴി അറിയുവാൻ കഴിയാതെ നട്ടതിരിഞ്ഞ അവസ്ഥയിൽ ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മെ കരുതി ഹല്ലേലൂയ നമുക്കായി വഴികൾ തുറന്ന് വഴിയില്ലാതെ മകനെ ഇതിൽ എന്ന് പറഞ്ഞ് നമ്മുടെ കരം പിടിച്ചിടത്തോളം നമ്മെ നടത്തിയ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിനായി ഇന്ന് പകൽക്കാലം ദൈവത്തെ ഹൃദയമായി സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ദേവസ്വത്തുകൊണ്ട് ഹല്ലേലൂയ വിശുദ്ധ പകൽക്കാലം അങ്ങയെ ആരാധിപ്പാൻ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നമ്മെ ഉയർത്തുവാൻ ഞങ്ങൾ ഇതേ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പൊന്നുനാമത്തെ ഞങ്ങൾ മഹത്വം കരയറ്റുകയാണ്. ഇന്ന് പകൽക്കാലത്ത് സമയങ്ങളെ ഗ്രഹിച്ച ദൈവം തുടർന്ന നിമിഷത്തിൽ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിപ്പാൻ ഞങ്ങൾ ഇത്തരത്തിൽ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ഈ കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. സ്തോത്രം.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും കഥാവിൽ വചനം അറിയിക്കുന്നു. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് 33-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ, വളരെ പരിചയമുള്ള പലവരും വായിച്ച് ധ്യാനിച്ച ഒരു സങ്കീർത്തനമായതുകൊണ്ട് അതിൽ നിന്ന് അതിന്റെ എല്ലാ വാക്യങ്ങളും വായിച്ച് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ സമയമെടുക്കാതെ ഒരു സന്ദേശം മാത്രം നിങ്ങളുടെ മധ്യയിൽ പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. 33-ാം സങ്കീർത്തനം അതിന്റെ ആകത്തുക നാം പരിശോധിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്, കർത്താവിന്റെ ദയയെ കുറിച്ച് പാടുന്ന ഒരു സങ്കീർത്തനമാണ്. 32-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട് 33-34 സ്തോത്രം. ഈ 3 സങ്കീർത്തനങ്ങളിലും നാം പ്രധാനമായും കാണുന്നത് ദൈവത്തിന്റെ ദയ, പ്രത്യേക ദാവീദിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞത്. സ്തോത്രം. ഏറ്റവും വലിയ ഉപകാരമായി ദാവീദ് ദൈവസന്നിധിയിൽ കാണുന്നത് എത്ര ഉയർന്ന അവസ്ഥയിലേക്ക് താൻ ഉയർത്തപ്പെട്ടപ്പോഴും ദൈവസന്നിധിയിൽ കർത്താവേ നീ എന്നെ വീണ്ടെടുത്ത കൃപയോർക്ക് സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് ദാവീദിന്റെ ഹല്ലേലൂയ. ദൈവശാസ്ത്രപരമായി ദാവീദ് ദൈവത്തെ കാണുന്നത് അങ്ങനെയാണ്. സ്തോത്രം. ഭൗതികമായി നമുക്കറിയാം വലിയൊരു ഉയർച്ചയാണ് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നമുക്കറിയാം. നാം എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുന്ന പ്രസംഗിക്കുന്നവരൊക്കെയാണ്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിന്റെ ആകത്തുക എടുത്ത് നോക്കിയാൽ ദാവീദിന് ദൈവത്തോടുള്ള കടപ്പാട് ഏറ്റവും അധികമായി തന്റെ സങ്കീർത്തനങ്ങളിൽ താൻ പറയുന്നത് ദൈവമേ നീ എന്നെ വീണ്ടെടുത്ത കൃപയ്ക്കായി നന്ദി. ഹല്ലേലൂയ. ദാവീദിന്റെ ലീനിയേജിൽ, ദാവീദിന്റെ വംശാവലിയിൽ ദൈവപുത്രനായ ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ആക്സിഡന്റായി വന്ന് ജനിച്ചതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പുത്ര എന്ന് യേശു കർത്താവിനെ ജനങ്ങൾ വിളിച്ചത് സ്വതം യാദൃശ്ചിക സംഭവിച്ചതല്ല. ദാവീദിന്റെ ജീവിതം മുഴുവൻ പഠിച്ചാൽ, ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം നോക്കിയാൽ, ദാവീദിനോട് മാത്രമേ ദൈവം പറഞ്ഞത് നിന്റെ സിംഹാസനം ഒരിക്കലും അത് ശൂന്യമാകുകയില്ല. സ്തോത്രം. അത് ദാവീദിന്റെ ദൈവത്തിന്റെ ഒരു നിയമമാണ്. സ്തോത്രം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ദാവീദ് പ്രവചനാത്മാവിൽ സങ്കീർത്തനങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. യുവർ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ഓ ഗോഡ്, നിന്റെ സ്നേഹം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് മറ്റെല്ലാ പിടിയും വിട്ടുപോയാലും എന്റെ ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും ഞാൻ കൈവിടുന്നില്ല. ഹല്ലേലൂയ. My reliance, my trust unto your name. ഹല്ലേലൂയ. ഈ 33-ാം സങ്കീർത്തനത്തിന്റെ ആകത്തുക നാം വായിച്ചാൽ, ഹല്ലേലൂയ, അത് മുഴുവനായി നാം പഠിച്ചാൽ ഒറ്റ വാക്കിൽ അതിനെ നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, the key to a thankful, hallelujah, and worshiping heart is relying completely on our Lord. Hallelujah. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ഹൃദയംഗമായി ഒരു മനുഷ്യനെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ മ്യൂസിക് അല്ല പ്രിയമുള്ളവരെ, ആൾക്കൂട്ടമല്ല, പാട്ടിന്റെ താളമല്ല, ദൈവത്തോടുള്ള എന്റെ ആശ്രയത്തിന്റെ ആഴമാണ് ആരാധനയിൽ വെളിപ്പെട്ടു വരുന്നത്, ദൈവത്തോട് നന്ദിയിൽ വെളിപ്പെട്ടു വരുന്നത്. മനുഷ്യരെ മുഴുവൻ എനിക്കെതിരായാലും കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ പോയില്ലെങ്കിലും ചിലപ്പോൾ ഒരു സുഖവും തോന്നുന്നില്ല എന്ന് തോന്നുന്ന അവസ്ഥകളിൽ നാം എത്തപ്പെട്ടാലും എന്റെ ദൈവത്തിന്റെ ഉപകാരങ്ങൾ, എന്റെ ദൈവത്തിലുള്ള എന്റെ ആശ്രയം എല്ലാം വഴിതെറ്റി പോകുമ്പോഴും സകലത്തെ നേരെയാക്കുവാൻ കഴിയുന്ന പരമാധികാരിയ ദൈവമുണ്ടെന്നും ആ ദൈവവുമായി എനിക്കൊരു ബന്ധമുണ്ടെന്നും ഉള്ള ഒരു ഭക്തന്റെ ഉറപ്പാണ് അവനെ നന്ദിയുള്ള ഹൃദയത്തിലേക്ക് നയിക്കുന്നത്, ആരാധനയിലേക്ക് നയിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ മൂഡ് അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരെ ആകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പെന്തക്കോസ്തുകാർ ഹല്ലേലൂയ സാഹചര്യം നോക്കി ദൈവത്തെ ആരാധിക്കുന്നവരാകരുത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പാലം കേറുവോളം നമ്മൾ ഒരു പേര് പറയും, പാലം കയറി കഴിഞ്ഞാൽ വേറെ പേരാ പറയുന്നത് എന്ന് പറയുന്നത് പോലെ സ്തോത്രം ഹല്ലേലൂയ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച്, അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് അല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം ആരും അറിയണം ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ. പക്ഷെ ഇതെനിക്കൊരു സുഖം, ഇതിന് അത്ര സുഖം തോന്നുന്നില്ല. അല്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഞാനും ദൈവമായുള്ള ബന്ധത്തില് ആപേക്ഷിക ഘടകം ഒന്നേ ഉള്ളൂ, അതാണ് പോളിസിയാണ്. ഹല്ലേലൂയ. ദിസ് ഇസ് വെരി കീ. ഹല്ലേലൂയ. ദിസ് ഇസ് വെരി കീ. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ അവസ്ഥ എന്തും ആയിക്കോട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ അവസ്ഥ എത്ര ഉയർന്നതാകട്ടെ താണതാകട്ടെ, ഇന്നലേക്കാൾ മെച്ചമാകട്ടെ ഇന്നലേക്കാൾ മോശമാകട്ടെ, അതൊന്നും വിഷയമല്ല. ദാവീദിന്റെ ജീവിതം നോക്കി ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ ഞാനും നീയുള്ള നമ്മുടെ ബന്ധത്തിൽ മറ്റാരും
വരാൻ പാടില്ല. നിന്നെ ആരാധിക്കുന്നതെന്ന്, നിനക്ക് മഹത്വം കരേറ്റുന്നതെന്ന്, ഹൃദയംഗമായി നിന്നോട് ബന്ധം പുലർത്തുന്നതെന്ന് മറ്റൊന്നും വരാൻ പാടില്ല. അതിന് തടസ്സം വരുന്ന എല്ലാത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നെ തന്നെ നാമൃതനാക്കി, ഓ എന്റെ സിംഹാസനത്തെ വിട്ട്, എന്റെ പദവിയെ വിട്ട്, ഓ ഹല്ലേലൂയ, എന്റെ സ്ഥാനമാനങ്ങളെ വിട്ട്, എനിക്കുള്ള സകലത്തെയും വിട്ടിട്ട് എനിക്ക് ഒറ്റ കാര്യത്തിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കും, എന്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ. ഹല്ലേലൂയ. താൻ അങ്ങനെ ജീവിക്കുക മാത്രമല്ല, എല്ലാവരും വിളിച്ചു പറയുക, നീതിമാന്മാരെ യഹോവയിൽ പ്രിയമുള്ളവരെ, മക്കളിൽ സന്തോഷിച്ചാൽ ഒരു സമയം വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം. മാതാപിതാക്കൾ സന്തോഷിച്ചാൽ പ്രയാസം ഉണ്ടാകാം. ഹല്ലേലൂയ, സ്തോത്രം. പാസ്റ്ററുകൾ സന്തോഷിച്ചാലും സ്തോത്രം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാം. ഹല്ലേലൂയ. 2017 ഓഗസ്റ്റ് മാസം ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു സ്വീകരണമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതേ മനോഭാവത്തോടെ കൊണ്ടുവന്ന് സ്തോത്രം ഒരിക്കലും ഉണ്ടാകുന്ന എന്റെ പ്രാർത്ഥന. കാരണം അറിയാമോ, ഞാൻ ദൈവമായി പോകും. ഹല്ലേലൂയ. എന്തൊരു അമ്പൂറ്റിയായിരുന്നു ദൈവദാസൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവദാസനെ സന്തോഷിച്ചാലും പ്രശ്നമാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല. ദൈവസഭയോ ഹല്ലേലൂയ ഈ മാനുഷികമായി കാണുന്ന സകലത്തിലൊക്കെ നമ്മുടെ സന്തോഷം അതൊക്കെ ഡിമിനിഷ് ആവും. ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരൊക്കെ അവരുടെ വിവാഹവേളയിൽ ഒരുങ്ങിക്കൊണ്ടുവന്ന എന്തൊരു സന്തോഷമായിരുന്നു. എന്നാൽ ഇന്നും നോക്കി കണ്ണാടി രാവിലെ ഒരു സന്തോഷമില്ല. പലപ്പോഴും പല അവസ്ഥകൾ ശാരീരികമായി ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് ക്ഷീണതകൾ, പ്രയാസങ്ങൾ വരാം. ആരോഗ്യത്തിൽ നമ്മൾ സന്തോഷിച്ചിരുന്നു, നമ്മുടെ അധ്വാനത്തിൽ നമ്മൾ സന്തോഷിച്ചിരുന്നു. നല്ലൊരു ജോലി കിട്ടിയപ്പോൾ, ആദ്യത്തെ ചെക്ക് അമേരിക്കയിൽ വന്ന് കയ്യിൽ കിട്ടിയപ്പോഴൊക്കെ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെയുള്ള സന്തോഷം നമുക്ക് നഷ്ടപ്പെടാം. പുതിയ വാഹനങ്ങൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വാഹനം വാങ്ങിക്കുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, സന്തോഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയിൽ അതിൽ ദൈവത്തിൽ ഞാൻ സന്തോഷിച്ചു, അതിൽ ഞാൻ അനുഭവിക്കുന്നു പറയാൻ വയ്യാത്ത രീതിയിൽ എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷത്തെ നിനക്ക് നൽകുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ ദൈവം മാത്രമാ ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് മറ്റെല്ലാ സന്തോഷത്തെക്കാളും മുകളിൽ ദൈവ സാന്നിധ്യം, ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ ദയയെക്കുറിച്ച് പാടുന്നത്. ഹല്ലേലൂയ. ഏത് പ്രയാസം വന്നാലും നിന്ന് പുറത്തു വരേണ്ടത് എന്റെ ദൈവം നല്ല. മനുഷ്യർക്ക് ഒരുപക്ഷെ നല്ലതായ കൂടെ പെരുമാറുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരാം. എന്നാൽ എല്ലാം മാറി മറിയുമ്പോഴും, എല്ലാം പ്രതികൂലമാകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പോളിസി നിലനിൽക്കണം. എന്റെ ദൈവം എനിക്ക് നല്ലവനാ, എന്റെ ദൈവം എനിക്ക് നല്ലവനാ എന്ന് മാത്രമല്ല, എനിക്ക് അതും മതി ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതും മതി ദൈവത്തെ ആരാധിക്കാൻ, കംപ്ലൈന്റ് പറയാതിരിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ജീവിതം നന്നായി വരുവാൻ, അത് നിത്യതയോടെ സത്യകൂട്ടാളിയായി. ഇതാണ് 33-ാം സങ്കീർത്തനത്തിലെ ആകത്തുക. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ പോയിന്റ് നമ്മൾ മിസ് ചെയ്താൽ ഈ ലോകത്ത് എത്രമാത്രം ഭൗതിക അനുഗ്രഹം നമുക്ക് ലഭിച്ചാലും, നാം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എത്ര നടന്നാലും, at the end of the day we will not be happy. Hallelujah. നമുക്ക് സന്തുഷ്ട മനസ്സുണ്ടാകത്തില്ല. നാം വീണ്ടും വീണ്ടും പരാതിപ്പെടുവാൻ കാര്യങ്ങൾ തിരക്കുന്ന ഒരു ഹല്ലേലൂയ അസന്തുഷ്ടിയുള്ള, തൃപ്തിയില്ലാത്ത ഒരു ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. അത് തിരിച്ചറിയുവാൻ നാം എത്രത്തോളം താമസിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതം ദുസ്സഹമാണ്. If you are trying to understand and perceive this greatest truth with regard to your worship towards our Lord, with regard to your devotion to the Lord, hallelujah, with regard to your relationship with this Lord, we have to have this policy. When things are turning around, oh God, I believe you love me. Hallelujah. Your steadfast love that will never cease us. Hallelujah. Praise the Lord. പറയുകയാണ്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഇതുപോലെ കാര്യം നമ്മളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണ് ദൈവസന്നിധിയിൽ കൊണ്ടുവരരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും ഒന്നോ ദൈവം ഈ പ്രശ്നം എനിക്ക് വരികയാണ്, അതിന്റെ സ്പെഷ്യലിസ്റ്റ് വേറെ ആളാണ് എന്ന് ദൈവം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയവും നിങ്ങൾക്ക് എന്നോട് പറയാൻ പരിമിതി ഉണ്ടാകും, ഭാര്യയോട് പറയാൻ പരിമിതി ഉണ്ടാകും,
ഭർത്താവിന് പറയാൻ എല്ലാ കാര്യവും കഴിഞ്ഞു തരത്തില്ല. കുഞ്ഞുകൊണ്ട് പറയുന്ന പരിമിതിയുണ്ട്. അല്ലെങ്കിൽ മറ്റു സഹായം തരുവാൻ കഴിയുന്ന മനുഷ്യപുത്രന്മാരെല്ലാം ഒരു ശ്വാസത്തിന് തുല്യമാ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ അലട്ടുന്ന ഏത് ഭാരമുള്ളതും ഹൃദയംഗമായി ഒരു വഴിവഴിക്കൽ പ്രാർത്ഥന പ്രാർത്ഥിക്കാനല്ല, ആസ്ത വിളിച്ച് പ്രാർത്ഥന വിഷയം പറയുന്ന അനുഭവമല്ല. നിന്റെ ഹൃദയം തുറന്ന്, നിന്റെ ഹൃദയം മുറുകി ആത്മാർത്ഥമായ ഒരു ഉദ്ദേശത്തോടെ ദൈവസന്നിധിയിൽ നിന്റെ വിഷയത്തെ നീ സമർപ്പിച്ചാൽ നിന്നെ കേൾക്കുന്ന ദയുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തെയാ ഇത് പകൽക്കാലം ഞാൻ ഉയർത്തുന്നത്, അവന്റെ നാമത്തെയാ ഞാൻ പ്രസംഗിക്കുന്നത്. കുഞ്ഞുങ്ങളെ, പ്രായമുള്ളവരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഞാൻ പറയട്ടെ, എന്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് താമസം വരുന്നു നീ കരുതുന്നെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉദ്ദേശിച്ച പോലെ മറുപടി ലഭിച്ചില്ല എന്ന് നീ കരുതുന്നെങ്കിൽ, ഇസ്രായേൽ മക്കളെ പോലെ തുറമുറുക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുകുത്തിയാൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി മാത്രമല്ല, നിന്റെ കാതുകളിൽ അവന്റെ ഇമ്പമാർന്ന ശബ്ദം, ഓ ആഴത്തിലെ വഴികൾ, മരുഭൂമിയിലെ വഴികൾ, കടലിന്റെ നടുവിലെ വഴികൾ, തീച്ചൂളയിലെ വഴികൾ, പെരുവെള്ളത്തിലെ വഴികൾ, യോർദാൻ പോലെ പ്രശ്നങ്ങളുടെ നടുവിൽ നടത്തുമാറാക്കുന്ന ദൈവത്തിന്റെ വഴികൾ അവൻ പറഞ്ഞു തരും. ഹല്ലേലൂയ. ഏത് വലിയ കൗൺസിലറിനേക്കാൾ, ഏത് വലിയ സൈക്കോളജിസ്റ്റിനേക്കാൾ, ഏത് വലിയ ഡോക്ടറേക്കാൾ, ഏത് വലിയ മെഡിസിനേക്കാൾ, ഏത് വലിയ അഡ്വൈസേഴ്സിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവിൽ എന്റെ കാതുകളിൽ പതിയുമ്പോൾ ദാവീദ് പറയുക, അവരെന്നെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അഗോചരമായ വഴികൾ നടത്തുന്നു. നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാ മുന്നോട്ട് പോയത്? വിദ്യാഭ്യാസമില്ലാത്തവർ, വഴികളില്ലാത്തവർ, ഉന്നതന്മാരുമായി ഇടപാടുകളില്ലാത്തവർ, ഒരു മനുഷ്യനെ ഗൗനിക്കാത്തവർ, അവർ ഞെരുക്കത്തിന്റെയും വെല്ലുവിളിയുടെ നടുവിൽ അവരുടെ ജീവിതം മുന്നോട്ട് ചലിപ്പിച്ചത് ഒരേ ഒരു കൗൺസില് അവർക്കുണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അവർ ദിവസവും കാതുകളിൽ കേട്ടിരുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് വഴിമുട്ടുമ്പോ നമുക്ക് സൗകര്യം കൂടിപ്പോയത് കൊണ്ട് നമുക്ക് കേൾക്കുവാൻ സമയമില്ല. പറയട്ടെ, if you fold your knee in the presence of God, you shall never ever be ashamed in the presence of God. ലോകത്തിന്റെ മുൻപിൽ നിന്റെ തലമുടിക്കുവാൻ നിന്നെ അനുവദിക്കാതെ നിന്റെ പാദപീഠങ്ങളെ നിന്റെ മുട്ടിനെ ദിവസം നടക്കുമ്പോൾ നിന്റെ കാലിൽ പതിനൊരു ശബ്ദമുണ്ട്. അതാർക്കും മായ്ച്ചു കളയുവാൻ കഴിയാത്ത, ആർക്കും തടുക്കുവാൻ കഴിയാത്ത, ആർക്കും ഹല്ലേലൂയ ലംഘിക്കുവാൻ കഴിയാത്ത ഒരു നിയമമായി പ്രഖ്യാപി. ഹല്ലേലൂയ. ഏലിയാവോട് ദൈവം പറഞ്ഞു, നീ പോയി പറ ആഹാബിനോട്, നീ പറഞ്ഞിട്ടല്ലാതെ. ഹല്ലേലൂയ. ഏലിയാ പറഞ്ഞു, ഞാനാരാ? പ്രൈസ് ദി ലോർഡ്. ഞാനാരാ ദൈവം പറയുവാൻ? ദൈവം പറഞ്ഞു, ഞാനാ നിന്നോട് പറയുന്നേ. ഞാൻ നിന്നോട് പറയുന്നത് കൊണ്ടാണ് നീ അവരോട് പറയുന്നേ. ഇത് ഏലിയാവിന്റെ ശബ്ദമല്ല, ഏലിയാവിന്റെ കാതിൽ പതിഞ്ഞ, മഴയെ സൃഷ്ടിച്ച, മേഘങ്ങളെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ദൈവം പറഞ്ഞു, കൈയോളം വലിപ്പമുള്ള മേഘത്താൽ വലിയ മഴയുടെ മുഴക്കം. പ്രിയമുള്ളവരുടെ പകൽക്കാലം എന്റെ ദൈവത്തിന്റെ കരത്തിലാ നിന്റെ ജീവിതത്തിന്റെ സീസൺ ചിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. It is the hands of God. My seasons are destined in the hands of God. ഡോക്ടർ അല്ല നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് അല്ല നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കുകളല്ല നിശ്ചയിക്കുന്നത്. നിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് എന്റെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവന്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? ദൈവത്തെ സ്തുതിച്ചാണ് നീ ഇവിടെ സ്തുതിക്കാൻ ആരംഭിക്കുമ്പോ, ഈ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിക്കുമ്പോ അദൃശ്യ മണ്ഡലങ്ങൾ നിനക്കെതിരായി ബന്ധനങ്ങളെ അതിനെ മുറുക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ തോടുകളുടെ മേൽ അഗ്നിക ശാരീരിക മണ്ഡലങ്ങളും ദേഹത്തിനായി വെളിപ്പെടുന്ന വിടുതലുകളെ സ്തുതിച്ചാണ്. ശക്തികൾ
ഞാൻ എന്തുള്ളൂ, എന്റെ വിഷയം എനിക്ക് മാത്രം അറിവുള്ളതാ. ഒരു മനുഷ്യനോട് പോലും ഷെയർ ചെയ്യാത്ത ഒരു വിഷയമാ. അതെങ്ങനെ ഒരു വിഷയമായി മാറും? എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവുമായി സമ്മേളിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നൊരു ശക്തിയുണ്ട്. ഭാഷയെ പറഞ്ഞ ഈ അത്യന്ത ശക്തി, ഹല്ലേലൂയ, ഈ അത്യന്ത ശക്തി മൺപാത്രത്തിൽ പകർന്നിരിക്കുക. ഹല്ലേലൂയ, ഇത് നിന്റെ മൺപാത്രത്തെ ബലപ്പെടുത്തുക, അതിന്റെ കരത്തെ ബലപ്പെടുത്തുക, നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുക, നിന്റെ ഉള്ളിനെ ബലപ്പെടുത്തുക. പുറമെ ഉള്ളതെല്ലാം ബലഹീനമാകുമ്പോൾ അകത്തുനിന്ന് പുറപ്പെടുക ശക്തിയുടെ പേര് അത്യന്ത ശക്തി. അബ്രഹാമേറിയതാണ് പ്രാർത്ഥന. പുറത്തോട്ട് നോക്കി എന്നാൽ കൂടാരത്തിൽ അവനെ പുറത്തു കൊണ്ടുവന്ന ആകാശത്തിലേക്ക് നോക്കുവാൻ പറഞ്ഞ ദൈവം അവന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നമ്മൾ ഓർക്കണം, നിന്റെ അകത്ത് പകരേണ്ട ശക്തിക്ക് ചിലതിനെ ഇല്ലായ്മയിൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ പ്രാപ്തമായ ശബ്ദമുളവാക്കുന്ന ശക്തിയാ. ഔട്ട് ഓഫ് നത്തിങ് റിസോഴ്സ് വേണ്ടത് ദൈവത്തിന്. എന്റെ ദൈവത്തിന് ആരെയും പ്രത്യേകമായ ആവശ്യമില്ല. അവന്റെ കരം നീട്ടുമ്പോൾ, അവന്റെ ശബ്ദം പുറപ്പെടുമ്പോൾ അവിടെ സൃഷ്ടി നടക്കുന്ന, അവിടെ വിടുതൽ നടക്കുന്ന അനുഭവത്തിലേക്ക് ഇത് കാലങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുമില്ലാത്ത പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം നോക്കിയാൽ വെറും ശൂന്യമായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ പറയുന്ന ഭാഷ മൈനസ് ആയിരുന്നു. എന്റെ അക്കൗണ്ട് മൈനസ് ആയിരുന്ന ഭാഷ പറയുന്നത്. സ്തോത്രം. മൈനസിൽ നിന്ന് ദൈവം ഇത്രത്തോളം കൊണ്ടുവരാൻ മതി. ഹല്ലേലൂയ. പൂജ്യത്തിനൊരു വാല്യൂ ഉണ്ട്, മൈനസിനൊരു വാല്യൂമില്ല. നെഗറ്റീവാ, ഇല്ലായ്മയാ, കടപ്പാടാ, കടമ, ഹല്ലേലൂയ, ബാധ്യതയാ. എന്നാൽ അതിന്റെ ബാധ്യതകളെ ദൈവത്തമ്പുരാന്റെ ഉള്ളിൽ ശക്തിയെ വെളിപ്പെടുത്തിയപ്പോ ഹല്ലേലൂയ ആദ്യം മാറ്റിയത് ഇതിന്റെ ആത്മീയ ശൂന്യതയാ. ഇന്ന് പകൽക്കാലം ഏതൊക്കെ ഭാഗം ദൈവം നമ്മുടെ ക്ലിയർ ആക്കിയാലും നമ്മുടെ ആത്മീയ ശൂന്യതകളെ പണിയുവാൻ, ഇടിവുകളെ പണിയുവാൻ, ഹല്ലേലൂയ, ഉള്ളിലുള്ള ഓയിലിനെ പണിയുവാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദാവീദ് പറയുക, എന്റെ ദൈവത്തിന് ശക്തനാണ്, എന്റെ ദൈവത്തിന് വിശ്വസ്തത. ഇന്ന് മക്കൾക്കാല വിശ്വസ്തയെ ദൈവത്തിന് സ്തുതിച്ചാണ്. ഹൃദയത്തിന്റെ ആഴം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ പെൻഡിങ് ആയിട്ട് ദൈവമേ കുറവ് വന്നിട്ടുണ്ട്, നന്ദി പറയാൻ മറന്നുപോയിട്ടുണ്ട്, നന്ദി കേട്ടുള്ള ഹൃദയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, മാറുതൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ, നീ എന്റെ കുറവിനെ ക്ഷമിച്ച്, എന്റെ അറിവുകളിനെ ക്ഷമിച്ച് ഞാൻ വീണ്ടും മടങ്ങി വരികയാ. നിന്റെ കൃപയിലേക്ക്, നിന്റെ ദയയിലേക്ക് ഞാൻ വീഴുകയാ. നിന്റെ ആശ്രയത്തിൽ ഞാൻ വീഴുകയാ. ദൈവാശ്രയം ഞാൻ വീഴുകയാ. ഇത് ബലപ്പെടുന്നത് ഇത് പറഞ്ഞാൽ ഹല്ലേലൂയ. ഇവിടെയിരിക്കുന്ന മാലാഖന്മാർ, പിതാക്കന്മാർ, ഹല്ലേലൂയ, പലരുടെയും ജീവിതത്തിൽ അത്ഭുത വിടുതലുകള്. ഒരു സമയം സാക്ഷ്യം പറയാത്തത്, പക്ഷേ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയിരുന്ന് അവരുടെ അനുഭവങ്ങളെ കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നം ഒന്നുമല്ല എന്ന് മനസ്സിലാവും. കാരണം അവരെ നടത്തിയ വിധങ്ങൾ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവം നടത്തിയ ഒരു ദിവസവും ഒരാളോടെങ്കിലും ദൈവം ചെയ്ത് ഉപകാരപ്പെടണം. ഹല്ലേലൂയ. ഈ സാധനം എടുത്ത് മറ്റുള്ളവരുടെ കുറ്റം പറയാതെ ദൈവം ചെയ്ത ഉപകാരം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വാട്സാപ്പിൽ കൂടെ ആവശ്യമില്ലാത്തൊന്നും ഷെയർ ചെയ്യാതെ ദൈവം ചെയ്ത ഉപകാരം ഒരു ദിവസം ഒരാളോട് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കും.
കാരണം നീ ദൈവ നന്മയിൽ ഹല്ലേലൂയ ശത്രു അവകാശം പറയാതിരിക്കാൻ ഉള്ള ഏറ്റവും വലിയ പോംവഴിയതാ ദൈവത്തിന്റെ ഉപകാരത്തെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവജനം ചെയ്തത് ഹല്ലേലൂയ നന്മകളെ മറ്റുള്ളവരോട് ഒരു പ്രാവശ്യം പറയുക. ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഒരു പുതിയ വ്യക്തിയോടെങ്കിലും അത് പറയാനിടയായാൽ ജീവിതം രൂപാന്തരപ്പെടും. നിന്റെ ജീവിതത്തിൽ വിടുതലായിത്തീരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം. ഇന്ന് പലകാലം വെളിപ്പെട്ട ദൈവ സാന്നിധ്യം നമുക്ക് വിടുതലായിത്തീരട്ടെ. കുടുംബങ്ങളുടെ മേലെ വലിയ ദൈവപ്രവൃത്തിയായി മാറട്ടെ. ഈ ആഴ്ചയിൽ കൺവെൻഷൻ നടക്കുന്നല്ലോ. വലിയ ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചറിയുവാൻ, വലിയ ദൈവപ്രവർത്തനം മധ്യ വെളിപ്പെടുവാൻ, അഭിഷിക്ത ദാസനിലൂടെ വെളിപ്പെടുന്ന വചനങ്ങൾ ഈ ദേശത്തിന് വിടുതലായി മാറുവാൻ, കുടുംബങ്ങൾ വിടുതലായി മാറുവാനൊക്കെയാകട്ടെ. അതിനെ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പോലെ കാലം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം അത് ദൈവത്തിന്റെ പ്രവൃത്തിയായി നമ്മൾ രൂപാന്തരപ്പെടേണ്ടതിനായി നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കുക. സ്വർഗീയ പിതാവേ, ഇന്ന് പോലെ കാര്യങ്ങളെ കേൾപ്പിച്ചവർക്ക് ആലോചനയ്ക്കായി സ്തോത്രം. The steadfast love of the Lord that never ceases. Hallelujah. കർത്താവേ, അവിടുത്തെ ദയ എത്ര വലുത്. ഇന്ന് പകൽക്കാലം അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്ഥലിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ നന്ദി പറയുവാൻ ഞങ്ങൾക്ക് കൃപയ്ക്കായ സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവത്തെ ഘോഷിപ്പാൻ, നേരോടെ സേവിപ്പാൻ കർത്താവിന്റെ സഹായം തലമുറകളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. തുടർന്ന് നിമിഷങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥനയുടെ നാമത്തിൽ ദൈവത്തെ സ്തുതിക്കാം. Kids will come forward right now for the memory verses. കുഞ്ഞുങ്ങൾ വേഗത്തിൽ കൊണ്ടുവന്നത്. Praise God. Hallelujah. Thank you, Jesus. I tell you, you can say to this mountain, may you be lifted up and thrown into the sea. But you must really believe it will happen and have no doubt in your heart. I tell you, when you're praying, first forgive anyone you're holding a grudge against. Mark 11, verses 23 to 25. The Lord is my light and my salvation, whom shall I fear? Psalms 27, verses 1. Hallelujah. Psalm 19, verses 7 to 11. The law of the Lord is perfect, refreshing the soul. The priests of the Lord are right, making wise the simple. The commandments of the Lord are right, making joy to the heart. The commands of the Lord are radiant, giving light to the eyes. The fear of the Lord is pure, enduring forever, ever, and all of them are righteous. They are more sweeter than honey than from the honeycomb. Psalms 119, 105. The lamp to my feet and the light to my path. Romans chapter 1, verse 16. For I am not ashamed of the gospel of Christ, for it is the power of God to salvation for everyone, for who believes, for the Jews first, and also the Greek. Philippians 4:13. I can do all things in Christ who strengthens me. Do not be wise in your own eyes. Fear the Lord. Turn away from evil. Proverbs 3, verse 7. Delight yourself also in the Lord, and He shall give you the desire of your heart. Commit your ways, O Lord. Trust also in Him, and He shall bring you to the pass. Psalms 37, verses 4 and 5. Mark 8, verse 34. Whoever wants to be my disciple must deny themselves, take up the cross, and follow me. Finally, my brethren, be strong in the Lord and in the power of His might. Put on the whole armor of God, that you may be able to stand against the wiles of the devil. Ephesians 6, verse 10.
Ephesians 3 verses 20 and 21. Now to him who is able to do immeasurably more than all we ask or all we imagine, according to his power that is within us, to him be glory in the church and in Christ forever and ever. Amen. Philippians chapter 4, verses 19 to 20. And my God shall supply all your need according to his riches in glory by Christ Jesus. Now to our God and Father be the glory forever and ever. Amen. My son, do not despise the Lord's discipline. Do not resent his rebuke, because the Lord disciplines those whom he loves, and just as a father and a son. Proverbs 3, verses 11 and 12. The wicked is vanished in his own wickedness, but the righteous finds refuge in his own death. The wisdom is found in the heart of him who has understanding, and the fear is found in the fool's heart. Proverbs 14, verses 32 to 34. ദേവസുത സന്തതികളെ വിശുദ്ധരേ, ദേവസുത സന്തതികളെ വിശുദ്ധരേ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനാപുരമതിൽ രാജനോട് കൂടെ നാം, ശോഭനാപുരമതിൽ രാജനോട് കൂടെ നാം. ഓനാൻ വസിപ്പാൻ, ഓനാൻ നമുക്ക്, ഓനാൻ വസിപ്പാൻ, ഓനാൻ നമുക്ക്. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി, കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരിക്കുവീ, ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരിക്കുവീ. വിളിച്ചിടുന്നു ഓനാൻ നമുക്ക്, വിളിച്ചിടുന്നു ഓനാൻ നമുക്ക്. ദൂതസംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു, ദൂതസംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു. വിശ്രമം കൂടാതെ വിശ്രാമികളിതാ, വിശ്രമം കൂടാതെ വിശ്രാമികളിതാ. ഗീതമോദമോടങ്ങും വാഴ്ത്തിടുന്നു താരനെ, ഗീതമോദമോടങ്ങും വാഴ്ത്തിടുന്നു താരനെ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ, പോകാം നമുക്ക് സിയോൻ പുരിയിൽ. തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർഗ്ഗം, തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർഗ്ഗം. പട്ടണക്കാരായ
ഭാഗത്തിന്റെ തുടർമാനമായുള്ള ഭാഗം Triumphant Church. Praise the Lord. We will be continuing with the last scripture, last week's scripture, the Triumphant Church series part 2. Praise the Lord. Hallelujah. ദൈവസഭ എപ്പോഴും ജയാളികളായിരിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. Our Lord Jesus Christ desires that His church should be always triumphant. ദൈവസഭയുടെ ജയം യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി നേടിയ ജയത്തിന്റെ പിന്തുടർച്ചയാണ് ദൈവസഭയുടെ മേൽ വ്യാപരിക്കുന്നത്. The church should be triumphant because Lord Jesus Christ has been victorious over death in the cross. Praise the Lord. Hallelujah. One of the characteristics ദൈവസഭയുടെ ജയകരമായ ദൈവസഭയുടെ ജയിച്ചവരുടെ കൂട്ടമായ ദൈവസഭയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് their saving confession. രക്ഷാകരമായ അവരുടെ ഏറ്റുപറച്ചിൽ, രക്ഷിക്കപ്പെട്ട ഏറ്റുപറച്ചിൽ, അത് അവരുടെ ഒരു പ്രത്യേക സ്വഭാവം. One of the main characteristics of the church is the confession of salvation. That is important characteristics of the church. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് എല്ലാം വെളിവാകുന്നത് സ്തോത്രം നമ്മുടെ ആ കൺഫെഷൻ, നമ്മുടെ ഏറ്റുപറച്ചിലാണ്. We have our life and what we are confessing is reflected through that. Our life is reflected. വലിയ വലിയ ഐഡിയോളജി, കമ്മ്യൂണിസം അതുപോലെ മറ്റ് ഐഡിയോളജികളിലും ഒക്കെ ചേരുന്നവർ ആ ഐഡിയോളജി അല്ലെങ്കിൽ ആ തത്വത്തെ, ആ തത്വസംഹിതയെ, സ്തോത്രം ഇസത്തെ ഒക്കെ സ്വീകരിക്കുന്നവർ അവരുടെ പതാകയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുക്കാം. There are people who follow certain ideology and they stand under the flag of those ideology and they take an oath under that flag. സാൽവേഷൻ ആർമിക്കാരും ചെയ്യാറുണ്ട്. Even Salvation Army. എത്ര പേർക്ക് അറിയാം? How many of you know that? സോ ഇപ്രകാരമുള്ള കാര്യങ്ങൾ അവർ പ്രതിജ്ഞ എടുക്കുന്നത് they are confessing, അവർ ഏറ്റു പറയുകയാണ്, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതിനു വേണ്ടിയാണ് ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം. അതാണ് പറയുന്നത്. But what they are doing, that they're publicly confessing that this is our life and our life going forward will be under this philosophy. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ യേശു കർത്താവ് ദൈവസഭയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തിയതാണ് നാം കഴിഞ്ഞ ആഴ്ചയും ഇന്നും വായിക്കാൻ പോകുന്നത്. What we learned last week and this week, what we're going to learn is that in the Gospel of Matthew, our Lord Jesus Christ has proclaimed the great nature of our church. Praise the Lord. പത്രോസ് ഒരു കാര്യം പറഞ്ഞു, അതിനെ തുടർന്ന് നമ്മുടെ യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞു. Peter said one thing, in continuation to that, our Lord Jesus Christ said another. ആ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16 വായിച്ചാൽ Matthew 16:16. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. മതി, ഒരു വെളിപ്പാടാണ്. Praise the Lord. It's a revelation. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്തത്, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഒരു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ. We got saved and we got closer to Christ and accepted Lord Jesus Christ as Savior only because of the revelation which the Holy Spirit gave. മാനുഷിക വാക്കുകളല്ല നമ്മുടെ കർത്താവിലേക്ക് നയിച്ചത്. മാനുഷിക വാക്കുകൾക്ക് പിന്നിൽ അദൃശ്യമായി പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആത്മാവിൽ, മരിച്ചു കിടന്ന ആത്മാവിൽ ജീവന്റെ പുതുക്കമായി വെളിപ്പെട്ടു. It is not the word of man which has led unto salvation, but behind the word there is the Holy Spirit which has led unto the salvation. പത്രോസേ, ഇത് ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്തിയതല്ല, നിന്റെ കേട്ടുകേൾവി പലതും അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് നീ പറഞ്ഞ വാക്കിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യത്തിന്റെ വെളിപ്പാടുണ്ട്. So Lord Jesus Christ, that's why He said to Simon Peter that this is not revealed to you by the blood and flesh, but it is revealed to you by the Holy Spirit. നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യ പദവി എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തിയപ്പോൾ അതിനോട് സ്തോത്രം വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്ത് സ്വീകരിച്ച് ഹൃദയത്തെ തുറക്കുവാൻ, സ്തോത്രം, ലുദിയുടെ ഹൃദയം തുറന്ന് കാണുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, ഹൃദയത്തെ തുറന്ന് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. What is the greatest blessing in our life is that when we heard this word and through the Holy Spirit we were able to open up our hearts like Lydia, we were able to accept Lord Jesus Christ as our Savior. കർത്താവ് യേശു പറയുക, നിന്റെ ഹൃദയത്തിൽ ഇത് വെളിപ്പെടുത്തിയത് സ്വർഗ്ഗസ്ഥനായ ദൈവം. Our Lord Jesus Christ is telling who the person who revealed unto you is our Lord, is a God who has revealed unto you about us. പ്രിയമുള്ളവരെ, ഈ ഒരു കൺഫെഷനാണ് ദൈവസഭയുടെ മോട്ടോ. ഈ ഏറ്റുപറച്ചിലാണ്
ദൈവസഭയുടെ മോട്ടോ. This is the confession which is the motto of the church, our church. So in order to be saved, രക്ഷിക്കപ്പെടുവാൻ നാം വിശ്വസിക്കണം, ഏറ്റു പറയണം, യേശു കർത്താവാകുന്നു, യേശു ദൈവപുത്രനാകുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞു. ആ ഏറ്റുപറച്ചിനപ്പുറം വേറെ ഏറ്റുപറച്ചിൽ ദൈവസഭയ്ക്കില്ല. In order to be saved, you must believe and confess that Jesus is the Christ, the Son of the living God. That's what Peter did, and beyond that, there is nothing else. നമ്മുടെ ദൈവത്തിന്റെ ആകത്തുക നമ്മൾ പ്രസംഗിച്ചാലും പ്രാർത്ഥിച്ചാലും പാടിയാലും കൂട്ടായ്മ ആചരിച്ചാലും നമ്മുടെ സഹോദരൻ ചെയ്താലും സഹോദരന് കൈ കൊടുത്താലും ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഇതാ. എന്തിന്റെ അടിസ്ഥാനത്തില? യേശു ദൈവപുത്രനാ, അത് ഞാൻ ഏറ്റു പറയുന്നു. ആ ദൈവസ്നേഹത്തിലേക്ക് ഒഴുകി അത് തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചു. ഇതിന്റെ വിശ്വാസമാ. ഇതാ ദൈവസഭയെ ഏറ്റു പറഞ്ഞത്. What is the foundation of the church is that we believe and confess that Jesus Christ is the Son of the living God. ഈ ഏറ്റുപറച്ചിൽ നിന്ന് വ്യതിചലിക്കുന്ന ഏതൊരു പ്രവൃത്തി നമ്മിൽ നിന്നുണ്ടായാൽ, ഹല്ലേലൂയ, ദൈവസഭയിലൂടെ ലഭിക്കേണ്ട നന്മകൾ നമുക്ക് അന്യമായി തീരും. Or if we are contradicting any of this statement, then the blessings which we have to receive, God will take. പഴയ നിയമത്തിൽ പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞപ്പോൾ, അവർ കൂടാരം മാറ്റി അടിച്ചപ്പോൾ, അവർ ചെന്നിടത്തൊക്കെ അവർ യാഗപീഠം പണിത് ദൈവത്തോട് സംസർഗം പുലർത്തിയപ്പോൾ, പുതിയ ദൈവജനത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം ചാനലൈസ് ചെയ്തിരിക്കുന്നത് ദൈവസഭയിലൂടെയാണ്. All the blessings, even in the old for our forefathers, when they moved from tent to tent, to places, it was all the blessings were channeled to the church of God. Praise the Lord. പ്രിയമുള്ളവരെ, ദൈവസഭയിലൂടെയാണ് സകലവിധ സ്വർഗീയാത്മീയ അനുഗ്രഹങ്ങളുടെയും കലവറ ദൈവം നമുക്കായി തുറന്നു. God has opened the treasure unto us through the church. Praise the Lord. Hallelujah. അതുകൊണ്ട് ദൈവസഭയ്ക്ക് വലിയൊരു അധികാരമുണ്ട്. ദൈവസഭയുടെ ഏറ്റുപറച്ചിലിന് വലിയ വിലയുണ്ട്, ശക്തിയുണ്ട്. That's why church has got an important role, and the confession of the church has got an important role. ദൈവസഭയിലേക്ക് കടന്നു വരുന്നവർ, ഹല്ലേലൂയ, ഓരോരുത്തരും വ്യക്തിപരമായി, കൂട്ടത്തോടല്ല, വ്യക്തിപരമായി ഈ ഏറ്റുപറച്ചിൽ അവരുടെ ജീവിത യാത്രയിൽ ഒരിക്കലെങ്കിലും എവിടെ വെച്ചെങ്കിലും ഏറ്റുപറഞ്ഞവരാ. Individual people who come to the church, even once in their life, they have confessed this statement. വർഷങ്ങൾക്ക് മുൻപ് പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പറഞ്ഞവരാ. പക്ഷെ നമ്മെ കൂട്ടിച്ചേർക്കുന്നത് യേശു ക്രിസ്തു എന്ന നിർദോഷമായ ആ രക്തത്തിന്റെ വിലയായി പലയിടങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടിയ നാം ഒരുമിച്ച് സമ്മേളിച്ച് ഇന്നും ഏറ്റുപറയുക, യേശു കർത്താവ്. ഹല്ലേലൂയ. We might have believed and confessed this in various phases of our life, but what unites us is that together when we are confessing that Jesus is our Lord Jesus. ഇവിടെ ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കിലും, ഓരോ സാക്ഷ്യത്തിലും, ഓരോ പാട്ടിലും, ഓരോ പ്രാർത്ഥനയിലും നാം വിളിച്ചു പറയുന്ന കാര്യമുണ്ട്, യേശു കർത്താവ്, അവൻ ദൈവപുത്രൻ. ഹല്ലേലൂയ. One thing when we sing our songs and when we preach, one thing we confess together is that Jesus Christ is the Son of the living God. ആ വിളിച്ച് ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ അറിയാൻ പ്രിയമുള്ളവരെ, ആ ഏറ്റുപറച്ചിലാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും നാം അനുഭവിക്കുന്ന എല്ലാ വിടുതലുടെയും ഒരു മനസാക്ഷി പറഞ്ഞു. എനിക്ക് ജോലി കിട്ടി, സൗഖ്യം കിട്ടി, എനിക്ക് ആയുസ് ദൈവം തന്നു, ആരോഗ്യം തന്നു, പുതുവർഷം തന്നു എല്ലാം പറയുമ്പോൾ അതിന്റെ പേരിൽ ഏറ്റുപറയുന്ന കാര്യമുണ്ട്, യേശു കർത്താവ്. അതിന്റെ കീഴിൽ ആ സകല ഏറ്റുപറച്ചിലും ബാക്കിയുണ്ട്. The foundation of all this confession, the foundation of all the blessings we receive from God is the confession that Jesus is the Christ and He is the Son of living God. ഈ ഏറ്റുപറച്ചിൽ, പത്രോസിന്റെ കൺഫെഷൻ, ഹല്ലേലൂയ, ഇത് മറ്റാരെയും കേട്ടു പറഞ്ഞല്ല, അവന്റെ ഉള്ളിൽ പറഞ്ഞാൽ പുറത്ത് അകത്തോട്ട് വന്ന ശക്തിയല്ല, അകത്ത് പുറത്തോട്ട് വന്ന ശക്തിയാണ്. The power by which Peter was able to confess is not something which came into his heart, but something came within him and went outside himself. പുറത്തുനിന്ന് അകത്തോട്ട് പോകുന്ന എല്ലാം നമുക്ക് കാണാവുന്നത് അല്ലേ? We can see all the things which goes from outside into us. വായു നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും ഒരു നിമിഷം കിട്ടാതെ വന്നാൽ അറിയാൻ പറ്റും അല്ലേ? Even the air which we breathe, if we cannot see it, but for a moment if you don't have that air, we can realize that. ഓക്സിജൻ കണ്ടേലേ വിശ്വസിക്കൂ, ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിയും എന്നൊക്കെ പറഞ്ഞ് ഒരു സെക്കൻഡ് മൂക്ക് പൊത്തി പിടിച്ചാൽ. There are people who say that I will only believe if I see God, and oxygen you cannot see it. Well, if you want to realize the importance of oxygen, just hold your breath for a moment. അനുഭവിച്ചറിയാൻ കഴിയും അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തേക്ക്. പക്ഷേ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ ശക്തി,
അകത്ത് നിന്ന് പുറത്തേക്ക് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിന്റെ അകത്തളത്തിൽ നിന്ന് ഏറ്റവും ആഴമേറിയ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമായ സീറ്റ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, അതാണ് ആത്മാവിന്റെ അകത്തളം. അവിടെ നിന്നുള്ള ശക്തി അളക്കുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. Nobody was able to outrun the power of power which is within us, the seat of Almighty God which is within us. പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലനെ വിളിച്ച പേര് അത്യന്ത ശക്തി. The Apostle Paul said that mighty power is a word. മലയാളത്തിലൊക്കെ അതിന്റെ ട്രാൻസ്ലേഷൻ പരിമിതിയുണ്ട്. മഹാശക്തി എന്നൊക്കെ പറഞ്ഞേക്കുക. മഹാ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ഈ മെഗാ എന്ന വാക്കിനെ എങ്ങനെയെങ്കിലും കൊണ്ട് കെട്ടേണ്ട എവിടെയും അങ്ങനെ മഹാ ഉണ്ടാക്കിയതാ സ്വന്തം അങ്ങനെ ഒരു വാക്കുണ്ടാ മഹാ. പക്ഷേ അതിനൊക്കെ അപ്പുറമായി ഗ്രീക്കിൽ ഒരു വാക്കുണ്ട് ഡുനാമിസ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൈനാമിക് ഉണ്ടായത് പകരത്തോറും വർദ്ധിക്കുന്ന ഹല്ലേലൂയ ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ഹല്ലേലൂയ പകർച്ചയിൽ ശക്തി വ്യാപരിക്കുന്ന ആ ശക്തിക്ക് മഹാശക്തി എന്ന് പറയുന്നത്. The power which is defined in Greek word is something which has got a power more than the atomic powers. That is power of the Holy Spirit. That is the power of the Holy Spirit. പ്രിയമുള്ളവരെ, ആ ശക്തിയാണ് നാം ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചത്. ആ ശക്തിക്ക് ഒരു മറുവശം കൂടുണ്ട്. When we confess that Lord Jesus Christ is the Son of the living God, that power of the Holy Spirit has come into us. അത് അവൻ പബ്ലിക്കായിട്ട് ഏറ്റുപറഞ്ഞു. He confessed, Peter confessed that publicly. ദൈവസഭയെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് ഈ പബ്ലിക് കൺഫെഷന് വേണ്ടിയാണ്. God has kept the church to confess this statement publicly. അതിന്റെ കൺഫെഷൻ നമ്മൾ നടത്തുമ്പോൾ അവിടെ നാം പറയുന്നത് യേശു കർത്താവ്. Whenever we are holding a convention, we say the statement, our Lord is Christ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ സഹോദരനെ കൈ കൊടുത്താലും അതിലും വെളിപ്പെടുന്നത് പ്രൈസ് ദി ലോർഡ് സഹോദരൻ എന്ന് പറഞ്ഞാൽ അതിന് കാരണമായ യേശു കർത്താവാണ്. ഹല്ലേലൂയ. When we greet each other, the reason behind that, when we say praise the Lord to a brother or sister, the reason behind it is our Lord Jesus Christ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ പബ്ലിക് കൺഫെഷൻ ഏറ്റുപറച്ചിൽ നാം ഏറ്റുപറയുന്ന എന്തും അതിനകത്ത് നിൽക്കേണ്ടത് ഒറ്റ കാര്യമാണ്. ഹല്ലേലൂയ. യേശു എന്റെ കർത്താവാ, അവൻ മശിഹ, എന്റെ വീണ്ടെടുപ്പുകാരനാ. അതിനെ കുറയ്ക്കുന്ന, അതിനെ മറയ്ക്കുന്ന, അതിന് മറ വീഴുന്ന ഒന്നും എന്നിൽ നിന്ന് വരുവാൻ പാടില്ല. When we confess in public, we should be able to say that our Lord Jesus Christ is our Messiah, He is the deliverer. Anything which comes, which is going to hide that statement, should not come within us. Praise the Lord. അതുപോലെ അടുത്തതായി സംഭവിച്ചത് ഈ ഏറ്റുപറച്ചിലോട് ചേർന്ന് സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ മാനസാന്തരം, നമ്മുടെ രൂപാന്തരം. Along with the confession, what has happened within us is the salvation, is the change of our hearts and the salvation and conversion. മാനസാന്തരം. Praise the Lord. ഈ മാനസാന്തരം പലർക്കും ഉണ്ടായതായി നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയത്. In the New Testament, we have seen many people experiencing this conversion, and all of us have gone through this experience before. കർത്താവായ യേശുക്രിസ്തു ശിമോനെ നോക്കിയാ പറഞ്ഞത്, നീ ആരാകുന്നു? നീ പത്രോസാകുന്നു. അതാ വേണ്ടാം പറഞ്ഞു. Lord Jesus Christ looked unto Peter and said, you are Peter. You are Peter. You are Peter. Petra എന്ന ഗ്രീക്ക് വാക്ക്. Jesus said, you are Peter. You are the rock. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഈ കാര്യം, ഈ പാറക്കഷണമാണ് പത്രോസ് എന്ന് യേശു കർത്താവ് ആ വാക്യം വായിച്ചു. 18-19-20 വാക്യം വായിച്ചു. Let us read the verses 18, 19 and 20. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോട് പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. Praise the Lord. Hallelujah. ഇംഗ്ലീഷിൽ വായിച്ചാൽ And I tell you that you are Peter, and on this rock I will build my church, and the gates of Hades will not overcome it. I will give you the keys of kingdom of heaven. Whatever you bind on earth will be bound in heaven. Whatever you loose on earth will be loosed in heaven. And he ordered his disciples not to tell anyone that he was the Messiah. Praise the Lord. Praise be to God.
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ട് പ്രധാനമായി. There are two important words which is mentioned over in the scripture. ഈ 12ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പത്രോസിനെ കുറിച്ച് ഉദ്ദേശിച്ച് പറയുന്നത് പാറ കഷ്ണവും സ്തോത്രവും. ഈ പാറമേലുള്ള വാക്ക് അത് വലിയ പാറയുമാണ്. There is a word which describes Peter, that is rock, and there is also another word which talks about the Peter is described as a stone, and there is another word which is described Jesus as a rock. Praise the Lord. നീ പത്രോസാകുന്നു. You are Peter. എന്ന് പറഞ്ഞാൽ you are Petros എന്നാണ് യേശു പറഞ്ഞത്. And Petros is a Greek word for that. പത്രോസ് എന്ന് പറയുമെങ്കിലും you are Petros എന്ന് പറയും. പെട്രോസ് എന്ന് പറഞ്ഞാൽ പാറ കഷ്ണം എന്ന് പറഞ്ഞാൽ വലിയ പാറയിൽ നിന്ന് മുറിച്ചെടുക്കപ്പെടുന്ന ഒരു ചെറിയ പാറ. So Petros means a small stone which has been broken down from the rock. ഈ പാറമേൽ എന്ന് പറഞ്ഞ പാറ പെട്രയാണ്. പെട്ര. And when Jesus talks about on this rock, that rock translates to Petra. അതൊന്നും മുറിക്കുന്ന പാറയല്ല, അത് സാക്ഷാൽ പാറയാണ്. It is not a broken of a stone, it is a real rock. പൗലോസ് ആ പാറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. And Apostle Paul says that rock was Jesus Christ. നിങ്ങളെ അനുഗമിച്ച പാറ, ഹല്ലേലൂയ, നിങ്ങൾ കുടിച്ച പാറ, ജീവജലം നിങ്ങളിലെ ഒഴുകി തന്ന, ഹല്ലേലൂയ, തുറന്ന ഒരു പാറ, അത് ക്രിസ്തുവാ. ഹല്ലേലൂയ. The rock you followed, the rock you drank, and the rock which was divided was Jesus Christ. ആ പാറയുടെ പുറത്ത് പാറ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് വെച്ച് ജീവക്കല്ലുകളായി ഹല്ലേലൂയ തള്ളപ്പെട്ട നമ്മെ പടുത്തുയർത്തിയ ആ ദൈവസഭ, അതാണ് കർത്താവ് വിലകൊടുത്ത് വാങ്ങിയത്. Lord Jesus Christ has bought the church which has united us along with the rock of our Lord Jesus Christ. യേശു കർത്താവെന്ന് വിളിച്ചു പറയുന്ന എല്ലാവരെയും ആ പാറമേൽ അവർ ചേർത്ത് പണിയുക. Those who confess and call upon Jesus Christ is the Son of living God will be built along with the rock. പ്രിയമുള്ളവരെ, ആ പാറയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് എന്താ യോഗ്യത? ഒരേ ഒരു യോഗ്യത. ഏറ്റുപറഞ്ഞു, പരിശുദ്ധാത്മാവിൽ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞു, നീ കർത്താവാകുന്നു. ഹല്ലേലൂയ. നീ കർത്താവാകുന്നു. നീ മശീഹയാ. നീ ദൈവപുത്രനാ. നീ എന്റെ വീണ്ടെടുപ്പുകാരനാ. ഹല്ലേലൂയ. Only thing which makes us to stand together with that rock is the Holy Spirit by which we were able to confess that you are the living Son of God. പ്രിയമുള്ളവരെ, ആ ഏറ്റുപറച്ചിൽ നമ്മിൽ വലിയൊരു രൂപാന്തരം. That confession gives us a conversion in our heart. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതൽ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഒരു മനുഷ്യനുള്ള അർത്ഥമല്ല. Do not think that when we call ourselves a Christian that we are better than other people. It is not just a nicer person. A Christian is not just a nicer person. He or she is someone who has had a miracle of becoming the partaker of the divine. ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളായി മാറത്തക്കവണ്ണ ഒരു രൂപാന്തരം ഉള്ളിൽ സംഭവിച്ചവനാ ദൈവമായത്. He or she is someone who has got a miracle and becomes a partaker of the divine nature. They are called as Christians. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞിരുന്ന നമ്മെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആത്മാവിന് ജീവൻ നൽകി നമ്മെ ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി, ദൈവീയ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി മാറ്റി രൂപാന്തരം ഉള്ളിൽ തന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപ, അതാണ് നമ്മൾ ദൈവമക്കൾ വിളിക്കുന്നത്. We have been called as the Christians or the children of God because the grace of God has transformed us through the Holy Spirit and made us the divine partakers of the divine nature. ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായവരുടെ ജീവിതത്തിൽ വന്ന രൂപാന്തരം, ഏറ്റുപറച്ചിൽ, അതിന്റെ പുറത്താണ് പുതിയ നിയമസഭ ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെടുന്നത്. The New Testament church is built upon this personal conviction about Christ, this public confession of Christ, and this powerful conversion. ആ ഏറ്റുപറച്ചിലിന് വലിയ ശക്തിയുണ്ട്. There is a great power in confession. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാന ശക്തി ഏറ്റുപറയുന്നവരിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. There is a power which goes to us when we are publicly confessing. ക്രിസ്തുവിനെ മരിച്ചവരെ എന്ന് റോമൻ മുദ്രയെ ഭേദിച്ച്, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെ ഭേദിച്ച്, സാത്താന്റെ ശക്തികളെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവന്റെ മൃത ശരീരത്തിൽ വ്യാപരിച്ച് അത്
പുനരുത്ഥാന ശക്തിയാണ് ഏറ്റുപറയുന്നവരുടെ ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. Confess publicly the power of the Christ which was upon him when he was resurrected. Same power will be upon us. ഇന്ന് പകൽക്കാലം ആ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ നീ ദൈവമൈതലായി തീർന്നുവെങ്കിൽ ആ ദൈവമൈതലായി നീ ഒരു പ്രാർത്ഥനാ വാചകം ഉരുവിട്ടാൽ അതിൽ നിന്ന് വ്യാപരിക്കുന്നത് ഈ പുനരുത്ഥാന ശക്തിയാ. എത്ര പേര് വിശ്വസിക്കുന്നത്? Believe that the power of Lord Jesus Christ or the resurrection which is within us when we confess for the Christ and that is moving in our life. പ്രിയമുള്ളവരെ, ആ ഏറ്റുപറച്ചിലിന് വലിയ ശക്തിയുണ്ട്. There is a great power in the public confession of Christ. കർത്താവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറഞ്ഞവന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. There is a power in the confession for the person's prayer who confesses Jesus Christ. കർത്താവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറഞ്ഞവർ കൂടിച്ചേരുമ്പോൾ ആ കൂട്ടായ്മയിൽ ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. When they come together, when they confess the Lord Jesus Christ. Oh hallelujah. കർത്താവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറഞ്ഞവർ കയ്യില് ഒരു ഹസ്തദാനം ചെയ്ത് ഒരു പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ അവിടെ ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. There is a power in the praise Lord when we greet each other. ഹല്ലേലൂയ. നാം ഒരുമിച്ച് വിശുദ്ധീകരണം ചെയ്യുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, അതുകൊണ്ട് അവരുടെ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ എണ്ണ പെരുപ്പത്തിലല്ല അവരുടെ മധ്യ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി, അത് രൂപാന്തരം വരുത്തുന്ന ശക്തിയാണ്. Hallelujah. The word of God says that when 2 or 3 people gather together in my name, there is the power of resurrection which will be moved amongst them. ഇതുപോലെ എത്രവർ വിശ്വസിക്കുന്നു? Today morning, how many of you believe that? ഏറ്റുപറഞ്ഞ നിമിഷം മുതൽ എന്നിൽ വ്യാപരിക്കുന്ന അദൃശ്യ ശക്തിയുണ്ട്. The moment I publicly confess of Christ, there is a great power of resurrection. നീ ആരുമായിക്കൊള്ളട്ടെ, നീ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ എന്തുമായിക്കൊള്ളട്ടെ, നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. നീ ഏറ്റുപറഞ്ഞവരാ, നീ വിളിച്ചു പറഞ്ഞവരാ, പബ്ലിക്കായി വിളിച്ചു പറഞ്ഞവരാ, കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിച്ചവരാ, പബ്ലിക്കായി യേശു ക്രിസ്തു വന്ന് നിന്റെ ജീവിതത്തിലെ ദേഹം ദേഹി ആത്മാവ് കൊണ്ട് വെളിപ്പെടുത്തിയ ഒരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ. Do not forget that you are the child of God. You have done the confession publicly. Praise the Lord. പ്രിയമുള്ളവരെ, ദേഹം ദേഹി ആത്മാവ് ഒരുപോലെ സമ്മിലിച്ച് യേശു ക്രിസ്തു കർത്താവ് ദൈവപുത്രൻ ഏറ്റുപറഞ്ഞവർ അവരാണ് ഇരിക്കുന്നത്. We are the people who are sitting here where body, soul and spirit united together and we confess that Lord Jesus Christ is the Son of living God. അതിനെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ. That is why Jesus said that I've given my blood and I've bought with my blood. That is the church. So ഇത് പകൽക്കാലം നമ്മുടെ വില നാം അറിയണം കേട്ടോ. ഹല്ലേലൂയ. We should know our value. നാം കൂടി വരുന്നതിന്റെ മഹത്വം നാം അറിയണം കേട്ടോ. ഹല്ലേലൂയ. Know the glory of കൂട്ടായ്മയുടെ മഹത്വം നാം അറിയണം കേട്ടോ. ഹല്ലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ആഴം നാം അറിയണം കേട്ടോ. ഹല്ലേലൂയ. Understand the depth of the power which is moving amongst us. ഹല്ലേലൂയ. പകൽക്കാല തലമുറകളിലേക്ക് പകരപ്പെടുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തിനായി ദൈവത്തെ സ്തുതിച്ചാണ്. Let us praise God for the ഹല്ലേലൂയ. ജീവക്കല്ലുകളായി ക്രിസ്തുവെന്ന പാറയോട്, ക്രിസ്തുവെന്ന മൂലക്കല്ലോട് ചേർന്നിരുന്ന് പണിയപ്പെടുവാൻ ലഭിച്ച ഭാഗ്യം നിർവഹിക്കാൻ ഇതുവരെ ദൈവത്തെ സ്തുതിച്ചാണ്. Let us praise God for the blessing which God has given us. We were able to build together with the rock. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു വിഷയത്തിന്റെ മേലും പൂർണ്ണ അധികാരമുള്ളവൻ യേശുവാ. ഹല്ലേലൂയ. Whatever happens in our life, that happening has got our Lord Jesus Christ has got power over all those incidents in our life. യേശുവിന്റെ അധികാരം. God has got power over the incidents. എന്റെ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഭാരത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളൂർ സദൃശമായ കാലുള്ളവൻ, അഗ്നികാരക്കത്തെ കണ്ണുള്ളവൻ, താൻ വീണ്ടെടുത്ത ജനത്തിന്റെ മധ്യേ അവൻ ഉല്ലാവുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഹല്ലേലൂയ. When our Lord Jesus Christ moves amongst us, there is a great power which comes along with him. ആ ശക്തിയുള്ള വിടുതല് നമുക്കൊരു നിമിഷം അനുഭവിച്ചറിയുക. ഇതുപോലെ ദൈവം ഇടയാക്കട്ടെ. ദൈവസഭയുടെ ഏറ്റുപറച്ചിൽ അത് എന്റെ ഏറ്റുപറച്ചില്ല. 10 പേർ ഒരുമിച്ച് ഏറ്റുപറയുമ്പോൾ ദൈവസഭയാ. ഹല്ലേലൂയ. 2-3 പേർ എന്ന് പറഞ്ഞ കർത്താവ് ഉച്ചരിച്ചെങ്കിൽ അത് ദൈവസഭയാ. ഒരു നിമിഷം ദിവസം നടക്കാം. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ ആ വ്യാപാര ശക്തി, നമ്മുടെ ഉള്ളിൽ പകർന്ന ഈ അത്യന്ത ശക്തി, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാക്കട്ടെ, വലിയ വിടുതൽ ഉണ്ടാക്കട്ടെ. ഈ വചനഭാഗം നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ രൂപാന്തരപ്പെടട്ടെ, നമ്മുടെ ചെറുപ്പക്കാർ രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ. Let our children be transformed. Let the youngsters be transformed. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ വിടുതൽ മാത്രമല്ല പ്രിയമുള്ളവരെ, നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ഏത് മണ്ഡലങ്ങളിൽ നിന്നും സകല അധികാരത്തിലും ഹല്ലേലൂയ തന്റെ കീഴിലാക്കിയിട്ട് സകല നാമത്തിലും മേലായ നിലം നമ്മുടെ കർത്താവ് നൽകിയെങ്കിൽ
ഇന്ന് പകൽക്കാലം നമുക്കൊരു വിടുതലുണ്ട്. There is deliverance for us when we confess publicly the confession of Christ, and we will have the conversion. ഇന്ന് പകൽക്കാലം വീട്ടിൽ രാവിലെ ഒരുങ്ങി ഇറങ്ങി വാഹനം സഞ്ചരിച്ച് ആലയത്തിൽ എത്തിച്ചേർന്നെങ്കിൽ അതൊരു ഏറ്റുപറച്ചില്ല, അതൊരു വിളിച്ചു പറയില്ല. Hallelujah. When we are getting ready and coming to the church, driving all the way, it is a public confession that our Lord Jesus Christ is the Son of living God. Our God is Messiah. നീ മശീഹ, നീ കർത്താവാ. ഓ, നീ ദൈവപുത്രനാ, നീ എന്റെ വീണ്ടെടുപ്പുകാരനാ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ, സത്യത്തിന്റെ ആത്മാവിലും ദൈവത്തെ ആരാധിക്കാനാ ഞാൻ പോകുന്നേ. അതൊരു വിളിച്ചു പറയില്ല, അതൊരു വിളിച്ചു അന്ധകാര ശക്തികളുടെ മേൽ അതൊരു വിളിച്ചു പറയില്ല. Hallelujah. We are proclaiming that we are going to worship our Lord Jesus Christ in truth and in spirit. ഇന്ന് പകൽക്കാലം നമ്മുടെ മഹത്വം അറിയുക, ദൈവസന്നിധി നമ്മുടെ മഹത്വം അറിയുക. ദൈവമഹത്വം നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന വിടുതലുകളൊന്ന് തിരിച്ചറിയുവാൻ ഈ വചനം നമ്മെ ഇടയാക്കട്ടെ. May these words help us to understand the importance of our life for the glory of God. പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവസഭ വിജയാളികളാ, ജയിച്ചവരുടെ കൂട്ടമാ. The triumphant church. Hallelujah. Oh, hallelujah. It is not just ecclesia, it is victorious ecclesia. Triumphant ecclesia. ജയിച്ചവരുടെ കൂട്ടമാ. കാൽവറിയിൽ നമുക്ക് വേണ്ടി ജയം തന്ന യേശുവിന്റെ ജനമാണ്. Hallelujah. We are the children of our Lord Jesus Christ who gave life on the cross of the Calvary. We are a triumphant church. ജയകരമായ ക്രിസ്തീയ നയിപ്പാൻ വരും ദിവസങ്ങളിൽ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. ഈ കർത്തൃ ദിവസത്തിൽ അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭം മുതൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ എന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നുള്ള കർത്താവേ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാസനെ ബലപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠവാക്യങ്ങളൊക്കെ ദൈവത്തിനെ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. അവിടുത്തെ ആകർഷണ വലയത്തെ സൂക്ഷിച്ചു കൊള്ളുവാനാകുകയെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ ആവശ്യമാകുന്ന എല്ലാ കൃപയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കർത്താവിനെ അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന ദൈവം അങ്ങാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ് അങ്ങാണ്. ബലഹീനരെ താങ്ങുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഇത്രത്തോളം നടത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ പിന്നെയും സ്തുതിക്കുന്നു. ദൈവത്തിലൂടെ ഞങ്ങൾ ഗ്രഹിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ, അങ്ങയുടെ രക്തം ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് അങ്ങയുടെ മക്കളാക്കി ഇത്രത്തോളം ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ പിന്നെയും ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. കർത്താവെ, നന്ദിയോട് അങ്ങയുടെ ദാസനെ അതിനായി ബലപ്പെടുത്തി, ദാസന്മാരെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ കരങ്ങൾ പിന്നെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഒക്കെ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ കർത്താവെ കൺവെൻഷൻ നടക്കുകയാണല്ലോ. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു മഹാകൗഴിഞ്ഞൊഴുകി ഞങ്ങൾക്ക് നൽകി തരണമേ. വചനം സൂക്ഷിക്കുന്ന ദാസനെ തക്ക സമയത്ത് എത്തിപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് ദൈവം മനസ്സല്ലണമേ കർത്താവേ. അനേകർ കടന്നു വന്ന ദൈവം സ്വീകരിച്ച് അവിടുത്തെ കാൽച്ചൂടി തന്നെ കാൽച്ചൂടായി ജീവിപ്പാൻ ദൈവകൃപ കൊടുത്തവരെ സഹായിച്ചു കൊള്ളണമേ. അങ്ങനെ ഞങ്ങളെ കർത്താവെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ഒരാഴ്ച കാലം ജീവിപ്പാനുള്ള കൃപ തരണമേ കർത്താവെ. എവിടെയായിരുന്നാലും അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണമേ കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഏത് വിധേയനെയും അങ്ങയുടെ നാമം ഉയർത്തുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമാണെന്ന് കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ഗൃഹത്തോടെ ഇപ്പോൾ
നമ്മുടെ നാമോർത്ത് പ്രാർത്ഥന വിഷയത്തോട് ദിവസം എല്ലാ ഭവനങ്ങളും ലോകങ്ങളുടെ സ്ഥലവിസ്ഥന്മാരുടെ കൂടെ കർത്താവിന്റെ നാൾ വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം ചെയ്യുന്ന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ